തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. അന്വേഷണ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മൊഴിയെടുത്തു. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് മേഘന മുരളിയാണ്. മേഘന, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും മനുഷ്യനെ നോക്കാൻ തയ്യാറാകുന്നില്ല എന്ന്. അപ്പോൾ അത്തരത്തിലൊരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴും മെഡിക്കൽ കോളേജിൽ നിന്ന് അത് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, പിഴവില്ല എന്നൊരു വിശ്വാസത്തിലാണല്ലോ. അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രവിത. അതിൽ പ്രധാനമായും കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബം അക്കമിട്ട് നിരത്തുന്നുണ്ട്. തങ്ങൾ നേരിട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചികിത്സ വൈകിപ്പിച്ചതും അതുപോലെ തന്നെ ചികിത്സാ വിവരങ്ങൾ കൃത്യമായി കുടുംബത്തെ അറിയിക്കാത്തതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിലും ഇന്നലെ തന്നെ കാർഡിയോളജി വിഭാഗം മേധാവിയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പറയുന്നത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധികൃതർ അത് ആവർത്തിച്ച് അത് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനമായും ഈ 24 മണിക്കൂർ വൈകിച്ചാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ ആൻജിയോഗ്രാം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കുടുംബം വലിയ പ്രതിഷേധമുയർത്തുന്നു. കൂടാതെ പ്രതിപക്ഷ സംഘടനകളും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് മന്ത്രി അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ TK പ്രേമലതയ്ക്കാണ് അന്വേഷണ ചുമതല. പ്രേമലത അടങ്ങുന്ന സംഘത്തിനാണ് അന്വേഷണ ചുമതല. അന്വേഷിച്ച് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാവുമെന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ സംഘം ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി ഈ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ആ മൊഴിയിലും ഡോക്ടർമാർ പറയുന്നത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ കാര്യമായ എല്ലാ ചികിത്സയും, സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയിട്ടും ഇത്തരത്തിൽ ചികിത്സാ പിഴവ് ആരോപിക്കുന്നത് വലിയ ദുഃഖകരം എന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ മൊഴിയായിട്ടോ അത് മാധ്യമങ്ങളോടക്കമുള്ള പ്രതികരണവുമായി വരികയും ചെയ്തിട്ടുള്ളത്. അതിൽ ഇനി എന്ത് നടപടി ഉണ്ടാകും, അതിൽ എന്തായിരിക്കും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് എന്നടക്കമുള്ള കാര്യങ്ങളും ഇനി തിങ്കളാഴ്ചയാണ് അറിയുക. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ആരോഗ്യമന്ത്രി ഈ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കാണാനോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അതിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധമുണ്ട്. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലും ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഈ സിസ്റ്റം വെന്റിലേറ്ററിലാണ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പതിവായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് തിങ്കളാഴ്ച മെഡിക്കൽ റിപ്പോർട്ട്, ഇതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൽ നീതി വേണം കുടുംബത്തിന് എന്നുള്ളതാണ് കുടുംബത്തിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളുടെയും ആവശ്യമായി വരുന്നത്. സംവിധാനത്തിൽ പിഴവുണ്ടെന്ന് കുടുംബം പറയുന്നു. ഇപ്പോൾ അന്ന് ഭാര്യ സിന്ധു നമ്മൾ മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യം, ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാർഡിയോളജിസ്റ്റ് ആണ് നോക്കുന്നത്. പക്ഷേ ഈ നവംബർ 1 പ്രവേശിപ്പിച്ച വേണുവിനെ അതിനുശേഷം നവംബർ 3 കാർഡിയോളജിസ്റ്റ് പരിശോധിച്ചതെന്നൊക്കെയാണെന്ന് കുടുംബത്തിൽ ഉള്ളവരൊക്കെ പറഞ്ഞത്. അപ്പോൾ മാത്രമല്ല, അദ്ദേഹത്തിന് തീരെ വയ്യാതാകുന്ന സാഹചര്യത്തിൽ പോലും നഴ്സുമാർ തിരിഞ്ഞു നോക്കിയില്ല. ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കാനാകൂ എന്നുള്ള തരത്തിലാണ്. സ്വാഭാവികമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ എത്താത്തത്, അല്ലെങ്കിൽ എത്തിയപ്പോൾ തന്നെ എന്തുകൊണ്ട് അവർ വന്ന് നോക്കിയില്ല എന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരാൾക്ക് ജീവൻ നഷ്ടമായി. മാത്രമല്ല, അദ്ദേഹം മരണത്തിന് മുൻപ് സുഹൃത്തിനയച്ച ആ ശബ്ദ സന്ദേശം അത് ഇങ്ങനെ വ്യക്തമായി തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ തന്നെ കൃത്യമായി അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ദിവസങ്ങളോളമാണ് ആശുപത്രിയിൽ കിടന്നത്, എന്നിട്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ ഖേദകരം. വേറൊന്നുമല്ല, ഈ പറയുന്നത് പോലെ ഈ ഒരു ഗുരുതരമായ അസുഖം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം വരുന്ന വ്യക്തിയെ ചികിത്സിക്കുമ്പോൾ കാണിക്കേണ്ടതായ ഒരു സഹാനുഭൂതി അത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും വേദന കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ഭാര്യ സിന്ധുവിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നതും അതുകൊണ്ടായിരിക്കും. നമ്മൾ അവസാന ശ്വാസം എടുക്കുമ്പോഴും നമ്മളോട് അവസാനമായി ആൾക്കാർ പെരുമാറിയത് എങ്ങനെയെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് കൂടെ ഉറപ്പാക്കണേ. ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.